നമസ്കാരം. ഏഷ്യാനെറ്റ് കേബിൾ ഫൈബർ എൻ്റർപ്രൈസസ് സംഘടിപ്പിക്കുന്ന സൂപ്പർ സോക്കർ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുദേശ്. എനിക്കൊപ്പം ഇന്നുള്ളത് മുൻ ഇന്ത്യൻ താരവും റിസർവ് ബാങ്ക് ജീവനക്കാരനുമായ മാത്യു വർഗീസാണ്. അദ്ദേഹം സാധാരണ നമ്മുടെ ടെലിവിഷൻ ചാനലുകളുടെ ചർച്ചകളിൽ പരിചിതനായ ഒരാളാണ്. ഞങ്ങൾ തമ്മിലും നിരവധി ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്യു ചേട്ടാ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ലോകകപ്പ്, ഈ ലോകകപ്പ് ആരംഭിച്ചു. അതിൻ്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ പിന്നിട്ടു. രണ്ടാം റൗണ്ട് മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പല ടീമുകൾക്കും വളരെ നിർണായകമായ മത്സരങ്ങൾ ഇനിയാണ്. ഒരു പീക്കിലേക്ക് എത്തുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങൾ ഒരു പീക്കിലേക്ക് എത്തുന്നു. ആര് പുറത്തു പോകും, ആരാണ് മുന്നേറുക എന്നെല്ലാം മനസ്സിലാവുന്ന ഒരു ഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലെ മത്സരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓരോ ടീമും വളരെ കാൽക്കുലേറ്റ് ചെയ്ത്, നമ്മൾ നോക്കൗട്ടിലുള്ള പോലെ അതിനേക്കാളും കൂടുതൽ പ്രിക്കോഷൻ എടുത്ത് എന്താണോ ഫ്യൂച്ചർ റിസൾട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ എതിരാളി ആരായിരിക്കും എന്നെല്ലാം പ്ലാൻ ചെയ്താണ് കളിക്കുന്നത്. അപ്പോൾ ഇന്ന് നടന്ന മത്സരങ്ങൾ തന്നെ ഇന്ന് നമ്മൾ കണ്ടത് US-ൻ്റെ മത്സരം. ആദ്യത്തേറെ US ഓസ്ട്രേലിയ ആയിട്ടുള്ള മത്സരം കണ്ടു. അത് US ജയിക്കുന്നു, എതിരില്ലാത്ത 2 ഗോളിന് ജയിക്കുന്നു. ആദ്യ മത്സരവും US നല്ല മാർജിനിൽ ജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ US ഏകദേശം സേഫ് സോണിൽ അവർ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരമാണ്. മൊറോക്കോയുടെ കാര്യത്തിൽ ആദ്യത്തെ ബ്രസീലിനെ പോലുള്ള ശക്തരായ എതിരാളികൾക്കെതിരായിരുന്നു. എന്നാൽ പിന്നീട് സ്കോട്ട്ലൻഡ് ഹെയ്ത്തി പോലുള്ള ടീമുകൾക്കെതിരെയാണ്. ഇന്ന് സ്കോട്ട്ലൻഡിനെതിരെ വലിയൊരു ജയമായിരിക്കും അവർ ആഗ്രഹിച്ചിരിക്കുക. എന്നാൽ ഒറ്റ ഗോളിന് മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. അതും ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും വേഗത്തിലുള്ള ആദ്യ 2 മിനിറ്റിനുള്ളിൽ ഗോൾ വരികയാണ്. പിന്നെ ബ്രസീൽ ഹെയ്ത്തി മത്സരം ലോകത്തിലുള്ള മുഴുവൻ ബ്രസീൽ ആരാധകരും കാത്തിരുന്നൊരു മത്സരമാണ്. ആദ്യത്തെ കളിയിൽ അറിയാം, മൊറോക്കോയ്ക്കെതിരെ തീർത്തും ബ്രസീൽ മങ്ങിപ്പോയി. പക്ഷേ എന്നാൽ ഇന്ന് പതിവ് ബ്രസീലിന്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിലുള്ളൊരു ബ്രസീലൊന്നും തിരിച്ചു വന്നില്ലെങ്കിലും ഹെയ്ത്തിയെ പോലെ ദുർബലരായ ടീമിനെതിരെ അവരുടെ ശരാശരി ഒരു പ്രകടനത്തോടുകൂടി 3 ഗോളിന്, എതിരില്ലാത്ത 3 ഗോളിന് ജയിക്കാൻ പറ്റി. പിന്നീട് ഏറ്റവും അവസാനം ഇന്ന് കണ്ടത് അമേരിക്കയും ഓസ്ട്രേലിയയും അടങ്ങുന്ന ഗ്രൂപ്പിൽ പരാഗ്വേ, തുർക്കി, ഈ ടീമുകൾ രണ്ടും ആദ്യത്തെ മത്സരങ്ങൾ പരാജയപ്പെട്ടവരാണ്. അപ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ട് തുർക്കിക്ക് ഒരു അഡ്വാൻറ്റേജ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 10 പേരായിട്ട് കളിച്ചിട്ട് പോലും പരാഗ്വേ ഒരു ഗോളിന് തുർക്കിയെ തോൽപ്പിച്ചു. അപ്പോൾ ഈ മത്സരങ്ങൾ നമുക്ക് ഓരോ മത്സരങ്ങളായിട്ട് വിലയിരുത്തി തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ മത്സരം US ഓസ്ട്രേലിയ. ഏകദേശം ആദ്യ മത്സരം ജയിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലും സ്വന്തം ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഓസ്ട്രേലിയ നേരെ മറിച്ച് അവർക്ക് ജയിക്കേണ്ടത് ആവശ്യമാണ് US-നെതിരെ. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ആ മത്സരത്തെ എങ്ങനെ കാണുന്നു? ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹോം ടീമിൻ്റെ ഒരു കളിയുണ്ട്. ഹോം ടീം എന്ന് പറഞ്ഞാൽ US ആണല്ലോ. US-ന് ആ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ അവർ ആ ഹോം ടീം കളിക്കുമ്പോഴത്തേനും നമ്മളൊരു കാണികളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റാണ്. ആ ഇമ്പോർട്ടൻ്റ് വെച്ച് പറയുകയാണ്, ഇനി US മര്യാദയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ബൂസ്റ്റിംഗ് കിട്ടും. ഈ എന്താ പറയുക, സപ്പോർട്ട്, കാണികളുടെ സപ്പോർട്ട് അവർക്ക് വേണ്ടി ആർത്ത് വിളിക്കുന്ന സാഹചര്യത്തിൽ, അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ US ഈസിയായിട്ട് ജയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കാണികൾ ഇത്രയുണ്ട്, അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ബൂസ്റ്റാണ് നമുക്ക് ടീമിൽ കിട്ടുക. അപ്പോൾ അത് ഓസ്ട്രേലിയ ടീം മോശമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓസ്ട്രേലിയ ഇപ്പോൾ ഒരു 3-4 ആഫ്രിക്കൻ താരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നല്ലൊരു ഫിനിഷർ ഇല്ലായിരുന്നു നേരത്തെ ഓസ്ട്രേലിയക്ക്. ഇപ്പോൾ ആ ഗോൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഒരു 4-5 പ്ലേയേഴ്സ്, ആഫ്രിക്കൻ പ്ലേയേഴ്സ് അവർ. എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയ ഒരു സെൽഫ് ഗോളാണ് ഫസ്റ്റ് തന്നെ വഴങ്ങുന്നത്. ചിലപ്പോൾ അത് അവരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ച് കാണൂല്ലേ? US പോലുള്ള ടീമിനെതിരെ കളിക്കുമ്പോൾ സെൽഫ് ഗോൾ സംഭവിച്ചേക്കാം, തീർച്ചയായും ഉണ്ടാകാം. ആ ഒരു മെൻറ്റാലിറ്റി പെട്ടെന്നൊരു ഡൗൺ ആയി പോവും. പക്ഷേ അതിൽ നിന്ന് അവർ റിക്കവറി ചെയ്ത് വന്നില്ല. നല്ലായിരുന്നു, ഒരുപാട് ചാൻസസ് കിട്ടി അവർക്ക്, ഇല്ലയെന്ന് പറയുന്നില്ല ഓസ്ട്രേലിയക്ക്. പക്ഷേ മെയിൻ US-ൻ്റെ ഒരു എന്താ പറയുക, ഹോം ടീമിൻ്റെ അഡ്വാൻറ്റേജ് വെച്ച് ഒരു ജയമായിരിക്കും. അതെ. ഇന്ന് ക്രിസ്ത്യൻ പുലിസിച്ച് ഇല്ലാതെയാണ് പിന്നെ US കളിച്ചത്. അപ്പോൾ അവർക്ക് പുതിയ താരങ്ങൾ, അവരുടെ നമുക്കറിയാം ഇപ്പോൾ അമേരിക്കൻ ഫുട്ബോൾ ലീഗ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ മെസ്സിയെ പോലുള്ള താരങ്ങൾ പോയി കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ മത്സരങ്ങൾ അമേരിക്കയുടെ ഒരു മൊത്തത്തിലുള്ള പ്രകടനത്തെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും മെസ്സിയെ പോലെ ഒരു താരം അവിടെ US-ൽ വരുമ്പോൾ തന്നെ അവൻ്റെ ടോട്ടലി അവരുടെ ആ കളി അങ്ങ് മാറുകയല്ലേ, പ്ലേയേഴ്സിൻ്റെ. അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ, യങ് സ്റ്റേജിലുള്ള പ്ലേയേഴ്സിൻ്റെയൊക്കെ കളി മാറും. അവർ ഫുട്ബോളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ വരും. അറിയാലോ, തീർച്ചയായിട്ടും ബ്രസീലിൻ്റെ മെയിൻ കളി എന്ന് പറഞ്ഞാൽ നമ്മൾ ബാസ്കറ്റ്ബോൾ, ഫുട്ബോളൊക്കെയാണ്. ഇതുണ്ടല്ലോ, ബേസ്ബോൾ, അമേരിക്കൻ ഫുട്ബോൾ, ഇങ്ങനത്തെ കളികളാണ് അവർക്ക്. ഫുട്ബോളിലേക്ക് അത്ര ഒരു ഇമ്പോർട്ടൻസ് അവർ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ മെസ്സിയൊക്കെ അങ്ങോട്ട് ടീമിൻ്റെ പ്രകടനം നോക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? ഫുട്ബോളിൽ അമേരിക്ക ഒരു ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ? അവർക്കൊരു ഫ്യൂച്ചർ? തീർച്ചയായും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പണ്ടത്തെ US
ടീംസ് ആണോ ഇന്ന് കളിക്കുന്നത്. അല്ല. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ മെസ്സിയുടെ ഒരു വരവോടുകൂടി ഉള്ള ഒരു മാറ്റങ്ങളാണ്. അതെ. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ഓസ്ട്രേലിയ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ മുന്നേറ്റം നടത്താതെ പോയിട്ടുള്ള ടീമാണ്. പക്ഷേ അവർക്കും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള ഒരു ടീമാണ് ഓസ്ട്രേലിയ. ആ രീതിയിൽ കാണുന്നുണ്ടല്ലോ അവർ. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഫുട്ബോൾ എന്താന്ന് പോലും അവർ അങ്ങനെ നോക്കാത്ത ഒരു ടീമാണ്. പണ്ട് കാലത്ത് ഫുട്ബോളിന് വലിയ ഇമ്പോർട്ടൻസ് അവർ മെയിനായിട്ട് ക്രിക്കറ്റ്, അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ, സ്വിമ്മിങ് ഒക്കെ ആയിരുന്നു ഓസ്ട്രേലിയയുടെ മെയിൻ കളികൾ അല്ലെ ഗെയിമായിട്ട് എടുത്തിരുന്നത്. ഫുട്ബോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർ കുറേ കൂടെ സീരിയസ് ആയിട്ട് ഫുട്ബോളിന് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതെ. നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോകാം. അത് സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരമാണ്. മൊറോക്കോ നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പിലെ 3ാം സ്ഥാനക്കാരാണ്. ആ നിലയ്ക്ക് തന്നെ ഇപ്രാവശ്യം ബ്രസീൽ പോലുള്ളൊരു ടീമിനെതിരെ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഇന്ന് സ്കോട്ട്ലൻഡിനെതിരെ സ്വാഭാവികമായിട്ട് സ്കോട്ട്ലൻഡും ഹെയ്ത്തിയായിട്ടാണ് ഇനി അവർക്ക് കളി ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കോട്ട്ലൻഡിനായിട്ടുള്ള മത്സരത്തിൽ തുടക്കം തന്നെ ഗോൾ നേടുന്നുണ്ട്. 2ാം മിനിറ്റിൽ തന്നെ ഗോൾ നേടുന്നു. എന്നാൽ അതിൽ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു തുല്യശക്തികളുടെ പോരാട്ടമായിരുന്നു. ആ മത്സരത്തെ എങ്ങനെ കാണുന്നു? മൊറോക്കോ ശരിക്കും നമ്മൾ വേൾഡ് റാങ്കിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് മൊറോക്കോ സൂപ്പർ ടീമാണ്. പക്ഷെ അവർ ചിലപ്പോൾ അവരൊരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കണം. അവർക്ക് ഈ സ്കോർ ഇത്രയും കുറഞ്ഞു പോകാനുള്ള സാധ്യത വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ. അതിൽ മാത്രമല്ല ഇപ്പോൾ സ്കോട്ട്ലൻഡ് പോലുള്ള ടീമിൽ സ്കോട്ട്ലൻഡ് മക്ടോമിനിയെ പോലെയും റോബർട്ട്സനെ പോലെയൊക്കെയുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും മറ്റും കളിച്ച് പരിചയമുള്ള പ്ലേയേഴ്സ് അവരുടെ ടീമിലുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഹക്കീമി, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഹക്കീമിയും അവരുടെ ഒരു 18-കാരൻ അയ്യൂബും വളരെ മങ്ങിപ്പോയൊരു സാഹചര്യമാണ് ഇന്ന് മൊറോക്കോയ്ക്ക് ഉണ്ടായത്. അപ്പോൾ അത് വലിയ ടീമുകളെ ഇതെങ്ങനെ മൊറോക്കോ പോലുള്ള ടീമുകളെ ഇത് ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വേദികളിൽ? കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കുന്നതുകൊണ്ടായിരിക്കണം മെയിനായിട്ട്. ഈ ചെറിയ ടീമുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാം എന്നുള്ളൊരു ഒരു മൈൻഡിൽ. ഇപ്പോൾ ബ്രസീലിനായിട്ട് കളിക്കുമ്പോഴത്തേനും നമുക്ക് ഓപ്പോസിറ്റ് ബ്രസീലാണ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ടഫായി കളിക്കണം, ടഫായിട്ട് കുറച്ച് കോൺഫിഡൻസോടെ കളിക്കണം, കുറച്ചുകൂടെ എന്താ പറയുക പാസുകൾ റെഡിയാക്കണം, സ്വന്തം ഫോഴ്സ് മുഴുവൻ ഉപയോഗിക്കണം. അതായത് നമുക്ക് ഒരു ഓപ്പോസിറ്റ് ടീം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ ആ ടീമിനെതിരെ കളിക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു എനർജി നമുക്ക് കളിച്ചൊരു ഋതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഋതത്തിലും കയറി പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. വലിയ ടീമിനോട് കളിക്കുമ്പോഴത്തേനും ചെറിയ ടീമുകൾ ഭയങ്കര അഡ്വാൻറ്റേജ്. അവർക്ക് ആ ക്ലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഗ്രൂപ്പിൽ ഇനി ഇപ്പോൾ ബ്രസീൽ അടുത്ത മത്സരത്തിൽ നമ്മൾ കണ്ടു, ബ്രസീൽ ഹെയ്ത്തിക്കെതിരെ ഇന്ന് കളിച്ചു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രതീക്ഷിച്ച ജയം തന്നെയാണ്. പക്ഷേ ആഫ്രിക്കൻ ടീമായ ഹെയ്ത്തിയെ നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് വന്ന എല്ലാ ടീമും കേപ്പ് വെർദെ ഉൾപ്പെടെയുള്ള ടീമുകളും നന്നായിട്ട് കളിച്ചു. പക്ഷേ ഇന്ന് അത്തരം ഒരു പ്രകടനം ഹെയ്ത്തിയിൽ നിന്ന് കാണാൻ പറ്റിയില്ല. ആ മത്സരത്തെ ബ്രസീലിൻ്റെ പ്രകടനത്തെയും ഹെയ്ത്തിയുടെ പ്രകടനത്തെയും എങ്ങനെ വിലയിരുത്തുന്നു? നമുക്കിപ്പോൾ നമ്മൾ പണ്ടത്തെ ആ ബ്രസീലിൻ്റെ കളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മലയാളം പാട്ട് കേൾക്കുന്നില്ല, മറ്റേ യേശുദാസിൻ്റെ കാലത്തുള്ള നല്ല മെലഡി സോങ്സ് കേൾക്കുന്ന പോലെയാണ് പണ്ട് ബ്രസീൽ കളിച്ചുകൊണ്ടിരുന്നത്. അല്ലേ? ശരിയാണോ? അതെ, തീർച്ചയായിട്ടും. ആ ഒരു ഒഴുക്കാണ്, ആ നല്ലൊരു രസമായിട്ട് ഇങ്ങനെ ഒഴുകി വരും അവർ ബ്രസീലിയൻ ടീം. പക്ഷേ ഇന്ന് അവരുടെ കളിയുടെ സ്റ്റൈൽ എൻറ്റയർലി മാറിപ്പോയി. ബ്രസീൽ ടീമിൻ്റെ കളി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു യൂറോപ്യൻ കൺട്രികൾ കളിക്കുന്ന പോലെ ആയിപ്പോയി കളി. അവരുടെ പരിശീലകൻ പോലും യൂറോപ്യൻ പരിശീലകൻ അഞ്ചലോട്ടി വന്ന് അപ്പോൾ അവരുടെ കളി കംപ്ലീറ്റ് മാറ്റി. പോരാത്തതിന് നമ്മൾ ബ്രസീലിലെ മെയിൻ പ്ലെയേഴ്സ് മുഴുവൻ കളിക്കുന്ന യൂറോപ്പിലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് അവരുടെ കളിയുടെ ആ സ്റ്റൈല് വെച്ചിട്ട് അവരുടെ കളി പണ്ടത്തെ കളിയിൽ നിന്ന് മാറ്റിയെടുത്തേ പറ്റൂ. അതുകൊണ്ട് ഇപ്പോൾ കളി മാറ്റിയപ്പോഴത്തെ കുറച്ചുകൂടി ഇത് ഭേദമായിട്ട് വരുന്നുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും ആ ഒരു മാറ്റം ഇവിടെ കണ്ടിട്ടുണ്ട്. മൊറോക്കോ ആയിട്ടുള്ള കളി എന്ന് പറഞ്ഞാൽ ടഫ് കളിയാണ്. അവർ 7-6 നിൽക്കുന്ന വേൾഡ് റാങ്കിൽ 7-6 നിൽക്കുന്ന ഒരു ടീമുകളാണ് രണ്ടുപേരും. അപ്പം ആ ഒരു ടഫ് മാച്ചാണ് അവർ അവിടെ കളിച്ചത്. പക്ഷേ ഇത് കുറച്ച് അവർ ഈസിയാക്കി കളിച്ചു. എന്നാലും സ്കോർ കിട്ടിയിട്ടാന്ന് പറയുന്നില്ല, സ്കോർ കിട്ടി. പക്ഷേ എന്നാലും പോരാ, നമുക്ക് ആ സെൻട്രൽ ഒരു നല്ല സ്ട്രൈക്കർ വരേണ്ട ഒരു സാധ്യത. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അങ്ങനെ ഒരു നല്ലൊരു ഫോർവേഡ് ഇല്ലാതെ കളിച്ചു. ഇന്ന് മാത്യൂസ് കുഞ്ഞിനെ അവർ ഉൾപ്പെടുത്തി. വിനീഷ്യസും ഒപ്പം തന്നെ റഫീഞ്ഞ ഉണ്ടായിരുന്നു. മാത്യൂസ് കുഞ്ഞ കുറച്ച് ഇറങ്ങിയാണ് കളിച്ചതെങ്കിലും അദ്ദേഹം മുന്നേറ്റം അഗ്രസീവ് ഒരു അറ്റാക്കിംഗ് മിഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കളിച്ചത്. അപ്പോൾ ആ മാറ്റം ഇന്നത്തെ കളിയിൽ നിർണായകം. അത് കറക്റ്റായിട്ട് കാണാൻ സാധിച്ചു. ഇന്ന് നമുക്ക് സ്കോർ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യത്ത് നേരത്തെ കളിച്ച നമ്മൾ ഒരു പ്ലെയറിനെ മാറ്റിയിട്ടല്ലേ നമ്മൾ? അതെ, തീർച്ചയായിട്ടും. ഈ പ്ലെയർ മാത്യു കുഞ്ഞ് വന്നത് ആ ഒരു ചേഞ്ചസ് വന്നുകൊണ്ട് അറ്റാക്കിങ് കുറച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് മേളിലോട്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ നമുക്ക് നോക്കാവുന്നത് മൊറോക്കോ ഉണ്ട്, ബ്രസീലുണ്ട്. അപ്പോൾ അതിൽ ആരാണ് ഒന്നാമത് എത്തുക എന്നുള്ളത് വളരെ നിർണായകമാണ്.
അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നാമതെത്തുന്നവർക്ക് കുറേ കൂടെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഈ മത്സരത്തിൻ്റെ ഷെഡ്യൂൾ ഉണ്ടാവുക, ഈ ഗ്രൂപ്പ് മത്സരക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഹെയ്ത്തിക്കെതിരെ 3 ഗോൾ ബ്രസീൽ നേടിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഗോൾ ആവറേജിൽ സ്വാഭാവികമായിട്ടും മൊറോക്കയേക്കാൾ മുന്നിലെത്തി, 2 ഗോളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നു. അപ്പോൾ ഇനി അടുത്ത മത്സരത്തിൽ സ്വാഭാവികമായിട്ടും മൊറോക്കോ കുറച്ചുകൂടി അഗ്രസീവായി കളിച്ച് ആ ഗ്രൂപ്പിൽ ഒന്നാമതെത്താനുള്ള ശ്രമമായിരിക്കും. ഇല്ലെങ്കിൽ അവർക്ക് കുറച്ച് രണ്ടാമതാവുന്ന ടീമിന് കുറച്ചുകൂടെ സ്ട്രോങ് ആയൊരു ഒപ്പണൻറ്റിനെ ആയിരിക്കും അടുത്ത ഘട്ടത്തിൽ കിട്ടുക. അപ്പോൾ എന്തായിരിക്കും ആ കാര്യത്തിൽ രണ്ട് ടീമുകളുടെ ഒരു സ്ട്രാറ്റജി? സ്കോട്ട്ലൻഡാണ് ബ്രസീലിന് വരുന്നത്, ഹെയ്ത്തിയാണ് മൊറോക്കോയ്ക്ക് വരുന്നത്. അപ്പോൾ എന്ത് സ്ട്രാറ്റജി ആയിരിക്കും? അതല്ല എങ്കിൽ വളരെ ശ്രദ്ധിച്ച് കളിച്ച് സംഗതി ഒരു ജയം നേടി സേഫായി മുന്നോട്ട് പോകാനായിരിക്കുമോ ശ്രമിക്കുക? അങ്ങനെ വരാൻ സാധ്യതയില്ല. ബ്രസീൽ മാക്സിമം സ്കോർ ചെയ്ത് കളിക്കാനേ സാധ്യത കാണുന്നുള്ളൂ. കാരണം വെച്ചാൽ അവർ സ്കോർ ചെയ്താലേ അവർ ഗ്രൂപ്പിൽ 1-ആയിട്ട് വരുള്ളൂ. അതെ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2 ഗോളിലെങ്കിലും സ്കോട്ട്ലാൻഡ് അടിക്കും തീർച്ചയായിട്ടും ബ്രസീൽ. അതെ. മറുവശത്തെ മറുവശത്തെ ഹെയ്ത്തിയോട് സ്വാഭാവികമായിട്ടും അത്തരം ഒരു കളി തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത്? ഹെയ്ത്തി നല്ല ടീമാണ്, അവർ നല്ല ടഫ് ടീമാണ്. അപ്പം മൊറോക്കോയ്ക്ക് കുറച്ച് പാടായിരിക്കണം എൻ്റെ സാധ്യത. ഈ 3 ഗോൾ സ്കോർ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് നടന്ന അവസാനത്തെ മത്സരം പരാഗ്വയും തുർക്കി മത്സരം. പരാഗ്വ ആദ്യ മത്സരത്തിൽ വളരെ ദയനീയമായിട്ട് തോറ്റ ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം തന്നെ തുർക്കിയും അപ്രതീക്ഷിതമായിട്ട് ഓസ്ട്രേലിയക്കെതിരെ തുർക്കി നമുക്കറിയാം ലോകകപ്പിൻ്റെ സെമി ഫൈനൽ വരെ കളിച്ച ടീമാണ്. പക്ഷേ ഇപ്പോഴത്തെ തുർക്കി അർഡേ ഗുലേറിനെ പോലുള്ള താരങ്ങളുണ്ടെങ്കിലും അവർക്ക് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഇന്നത്തെ മത്സരം കൂടെ തെളിയിച്ചു. അവർക്ക് നേരത്തെയുള്ള തുർക്കിക്ക് എല്ലാ പൊസിഷനിലും ഭേദപ്പെട്ട പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു അഭാവം അവർക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ മത്സരത്തെ എങ്ങനെ വിലയിരുത്തുന്നു തുർക്കി പരാഗ്വ? പരാഗ്വ കളിച്ച് നല്ല എക്സ്പീരിയൻസ്, വേൾഡ് കപ്പ് ഒരുപാട് കാലം കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് പരാഗ്വ അല്ലേ? നമുക്കറിയാം. തീർച്ചയായിട്ടും. അതുപോലെ തുർക്കിയെ പോലുള്ള ഇത് ഇപ്പോൾ കയറി വരുന്നേ ഉള്ളൂ അല്ലേ? അതെ, വളരെ കുറച്ച് വർഷങ്ങളെ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളൂ. അപ്പം ഒരു കളി കളിക്കുമ്പോൾ തന്നെ അവർ താഴോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട്. പക്ഷേ റെഗുലറായിട്ട് വരുന്ന ഈ വേൾഡ് കപ്പ് കളിച്ച് റെഗുലറായിട്ട് വരുന്ന കണ്ടികളെല്ലാം അവർ കളിച്ച് പിന്നെ അവരുടെ ഗ്രാഫ് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. ഇപ്പം അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ശരിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരാഗ്വയ്ക്ക് ഫസ്റ്റ് ഹാഫിൻ്റെ ലാസ്റ്റ് തന്നെ ഒരു റെഡ് കാർഡ് കിട്ടി. പക്ഷേ പിന്നീടുള്ള 45-50 മിനിറ്റ് എക്സ്ട്രാ ടൈം കൂടി അവരത് പിടിച്ചു നിന്നു. അതാണ് പറഞ്ഞ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് വെച്ച് അവർ ആ 10 വരെ വെച്ചല്ലേ അവർ കളിച്ചത്. ആ ഒരു ഗോൾ നമുക്ക് ലീഡ് കിട്ടുകയും ചെയ്തു. സുഖമായിട്ട് അവർ ആ വലിയ ചാൻസ് ഒന്നും തുർക്കിക്ക് കൊടുക്കാതെ അവർ ജയിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ഈ ലോകകപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളെപ്പോഴും നോക്കിയാൽ അറിയാം, ലോകകപ്പ് ജയിച്ചിരിക്കുന്നത് ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ ഒരു 10 ടീമിൽ താഴെ മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. അത് എക്സ്പീരിയൻസിനും പിന്നെ ടീമിൻ്റെ ഒരു എന്താ പറയുക, അങ്ങനെ പറയുക ഒരു പാരമ്പര്യത്തിനൊക്കെ അവിടെ വളരെ നിർണായകം. അല്ലെങ്കിൽ അവർ കളിയെ സമീപിക്കുന്ന രീതിക്ക് ഇപ്പോൾ യൂറോപ്പിലെ ടീമുകളായാലും ലാറ്റിൻ അമേരിക്കൻ ടീം, ബ്രസീലായാലും അർജൻറ്റീന ആയാലും ഒപ്പം തന്നെ യൂറോപ്പിൽ ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ് ഇതുപോലുള്ള ടീമുകൾ അവർ ഈ കളിയെ സമീപിക്കുന്ന ഒരു രീതിയൊക്കെ കൊണ്ടുകൂടിയാണ് തോന്നുന്നത്. അപ്പോൾ ഇനി അതിനായിരിക്കില്ല. ഇനിയിപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ 2ാം ഘട്ടം കഴിയുന്നു, ഗ്രൂപ്പിലെ 2ാം മത്സരം കഴിയുന്നു. ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള ടീമുകൾക്കായിരിക്കും അതിൻ്റെ ഒരു സാധ്യത? ഇനി സാധ്യതയുള്ള കാണുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഈ കളിച്ച് വരുന്ന ഈ പ്ലേയേഴ്സ് നല്ല ഈ ടീമുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ടത് ഇംഗ്ലണ്ട് നല്ല ടീമാണ്, ബെൽജിയം നല്ല ടീമാണ്, നെതർലാൻഡ് നല്ല ടീമാണ്, ജർമ്മനി നല്ല ടീമാണ്, പോർച്ചുഗൽ നല്ല ടീമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് അവർക്ക് എല്ലാം നല്ല പ്ലേയേഴ്സാണ്, സൂപ്പർ പ്ലേയേഴ്സാണ് എല്ലാം. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനില്ല. ഞാനാണ് ഏറ്റവും വലിയ പ്ലെയർ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് അവരുടെ ടീം നശിപ്പിച്ച് പോർച്ചുഗൽ നശിപ്പിക്കുക എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും വളരെ ആഗ്രഹമുള്ള ഒരു റൊണാൾഡോ പോലെയുള്ള ഒരാൾ വേൾഡ് കപ്പ് എടുക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം. അതുകൊണ്ട് മാത്രമല്ല, റൊണാൾഡോ ഇപ്പോൾ റൊണാൾഡോയെ ഒഴിച്ച് ബാക്കി 10 പ്ലേയേഴ്സും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ്. കറക്റ്റ്. അതാണ്. ബ്രൂണോ ഫെർണാണ്ടസ് ആയാലും ബെർണാഡോ സിൽവ ആയാലും വിറ്റീഞ്ഞ ആയാലും എല്ലാവരും ഇന്ന് PSG കളിക്കുന്നു, മാഞ്ചസ്റ്റർ സിറ്റിക്ക് കളിക്കുന്നു. അതിൻ്റെ വേൾഡ് കപ്പ് എല്ലാവരും യൂറോപ്യൻ ക്ലബിന് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ എക്സ്പീരിയൻസിൻ്റെ ഒരു ഇത് എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള? എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ അവർ ആ ഒരു കോർഡിനേഷൻ, ആ പ്ലേയേഴ്സ് തമ്മിൽ നമ്മൾ പുറത്ത് എന്ത് പേഴ്സണലി എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും നമ്മൾ ഗ്രൗണ്ടിൽ വരുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം, ഒരേപോലെ കളിക്കണം, ഒരേ ഗ്രൂപ്പായിട്ട് കളിക്കണം, ഒന്നിച്ച് കളിക്കണം. ഒരുത്തിന് ഏതാണ് ബെസ്റ്റ് പൊസിഷൻ, ആ പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് ബോൾ എത്തിച്ചു കൊടുക്കണം. ഏറ്റവും ഫാസ്റ്റായിട്ട് ഗോൾ അടിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ
ഏറ്റവും ഫ്രീ ആയിട്ട് നിന്ന് ഗോൾ അടിക്കാൻ ഫ്രീ ആയിട്ട് നിൽക്കുന്നവന് പാസ് കൊടുക്കണം, കമ്പൽസറി ആയിട്ട് പാസ് കൊടുക്കണം, എന്നാലല്ലേ ഗോൾ അടിച്ചാലേ ജയിക്കുള്ളൂ. അടിക്കാൻ പറ്റും. അപ്പം അവിടെയൊക്കെ ഈഗോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന് കൊടുക്കാതെ നമ്മൾ സ്വന്തമായിട്ട് പോസ്റ്റിലേക്ക് അടിക്കാൻ ഒരു 0 ആംഗിളിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആ 0 ആംഗിളിൽ അടിച്ച് ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നാലേ പകരം കുറച്ചുകൂടെ 100% അല്ല 50% ചാൻസ് തൊട്ട് അടിച്ച് തട്ടിക്കൊടുത്താൽ അടിച്ചാൽ ഗോളാകുന്ന ആ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നവന് ബോൾ കൊടുത്ത് അടുപ്പിക്കണം. ഒരിക്കലും സെൽഫിഷ് ആവാൻ സെൽഫിഷ് ആവും. അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ശരിയാണ്. ഇപ്പം എന്ന് വെച്ചാൽ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഫുട്ബോളിനെ വിശേഷിപ്പിക്കുന്നത് ഒരു കൂട്ടായ്മയുടെ. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പോലും ഫുട്ബോൾ പോലെയുള്ള കളികൾ കളിക്കണം എന്ന് ഇപ്പോൾ കൂടുതലായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കുട്ടികളിൽ ഒരു ആത്മവിശ്വാസവും കൂട്ടായ്മ, നമ്മളൊരു ഇൻട്രാക്ഷൻ, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ അത് കറക്റ്റായിട്ട് ഫുട്ബോൾ ഫീൽഡിൽ വന്നാലേ ഈ 11 പേരും ഈ ഒരാളുടെ ഒരു പ്ലെയർ ഗോൾ അടിക്കുന്നത് ഒരാളുടെ ആ പ്ലെയറുടെ അധ്വാനം അല്ല, അതിൽ ആ 11 പേരുടെ അധ്വാനമുണ്ട്. ആ 11 പേരും ഒരേപോലെ വർക്ക് ചെയ്താലേ നമുക്ക് ഒരു ഗോളാക്കി അത് മാറ്റാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിനി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില മത്സരങ്ങൾ, ഈ അടുത്ത ഗ്രൂപ്പുകളിലായിട്ട് വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ. നെതർലാൻഡ്സ് സ്വീഡനെ നേരിടുന്നുണ്ട്. നെതർലാൻഡ്സ് നമ്മളറിയാം എല്ലാ ലോകകപ്പിലും ഏറ്റവും ചാൻസ് ഉള്ള ഒരു ടീമായിട്ട് വരികയാണ്. പക്ഷേ ഇതുവരെ ലോകകപ്പ് നേടാൻ കഴിയാത്ത ഒരു രാജ്യം. അവർക്ക് നേരത്തെ യോഹാൻ ക്രൈഫൊക്കെ ഉള്ള സമയത്ത് അവർ ഫൈനലിലെത്തി, അവർ തന്നെ ചാമ്പ്യൻസ് ആകുമ്പോഴുള്ള ബെസ്റ്റ് ടീമായിരുന്നു. അന്ന് ലോകത്തെ അല്ലെങ്കിൽ എക്കാലത്തെയും വലിയൊരു ടീമായിരുന്നു അവർ, യോഹാൻ ക്രൈഫിൻ്റെയും നിസ്കിൻസിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ടീം. പക്ഷേ അന്ന് നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്നും അവർ നല്ല നേരത്തെ നമ്മൾ പോർച്ചുഗലിൻ്റെ കാര്യം പറഞ്ഞ പോലെ യൂറോപ്പിൽ ലീഗ് കളിക്കുന്ന ബെസ്റ്റ് പ്ലേയേഴ്സാണ്. വാൻഡേക്കിനെ പോലുള്ള നല്ല ഡിഫൻഡേഴ്സ് അവർക്കുണ്ട്, നല്ല മിഡ്ഫീൽഡ് കളിക്കാൻ നല്ല പ്ലേയേഴ്സുണ്ട്, ഒപ്പം തന്നെ മുന്നേറ്റത്തിലും അതെ നല്ല പ്ലേയേഴ്സുണ്ട്. അപ്പോൾ ഇന്ന് സ്വീഡൻ മറുവശത്ത് നമുക്കറിയാം, സ്വീഡൻ നേരത്തെ ഡാലിനൊക്കെ കളിച്ച സമയത്തുള്ള ഒരു സ്വീഡൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മങ്ങിപ്പോകുന്നു, ഇടയ്ക്ക് അവരെ ലോകകപ്പിൽ കാണാതിരിക്കുന്നു. വീണ്ടും ഒരു തിരിച്ചുവരവാണ് സ്വീഡന്. അപ്പോൾ ആ നിലയ്ക്ക് ഇന്നത്തെ മത്സരത്തെ എങ്ങനെ കാണുന്നു? നെതർലാൻഡ് ആയിരിക്കും നല്ല ഡൊമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ആ മാച്ചിൽ, എനിക്ക് ഷുവറാണ്. കാരണം വെച്ചാൽ നെതർലാൻഡിൻ്റെ പ്ലേയേഴ്സ് എല്ലാം യൂറോപ്പിലെ ടോപ്പ് ക്ലബ്ബുകളിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അവർ നല്ല കോമ്പിനേഷൻ ഉണ്ട്. ഒരു നിർഭാഗ്യം മാത്രം അവർ അതെ, കഴിഞ്ഞ ലോകകപ്പിൽ നമുക്കറിയാം ടൈ ബ്രേക്കറിലാണ് മെസ്സിയുടെ അർജൻറ്റീനയോട് നെതർലാൻഡ്സ് പുറത്താവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത മത്സരം ജർമ്മനി ഐവറി കോസ്റ്റ്. അതൊരു എനിക്ക് തോന്നുന്നത് യൂറോപ്പും ആഫ്രിക്കയിലെയും ഏറ്റവും സ്ട്രോങ് ആയ 2 ടീമുകൾ. ആ മത്സരത്തെ നമുക്ക് എങ്ങനെ കാണാം? ഐവറി കോസ്റ്റിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഐവറി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആഫ്രിക്കയിലെ ഏറ്റവും നല്ല ഒരു ടീമുകളിൽ ഒന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ യൂറോപ്പിലെ ബെസ്റ്റ് ടീമുകളിൽ ഒന്നാണ് ജർമ്മനി. ഇത് നല്ലൊരു ടഫ് മാച്ചായിരിക്കും. ആ കളി പക്ഷേ ആദ്യത്തെ മത്സരത്തിൽ കൊർസോവെ പോലുള്ളൊരു ടീമിനെതിരെ 7 ഗോൾ നേടിയ ഒരു ആത്മവിശ്വാസം ജർമ്മനിക്ക് ഉണ്ടാവില്ലേ? ഒരു ഓവർ കോൺഫിഡൻസ് അവിടെ കാണുന്നുണ്ട്. പക്ഷേ ജർമ്മനി എന്തായാലും സാധ്യത കൂടുതലാണ്. ഓരോ മത്സരവും ഡിഫറെൻ്റ് ആണല്ലോ, അങ്ങനെയാണ്. ശരിയാണ്, നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ് ആയ ഓപ്പണൻറ്റ് വരുമ്പോൾ ടീമിൻ്റെ കളിയാകെ മാറും. വീക്കായ ഓപ്പണൻറ്റിനോട് വേറെ രീതിയിലായിരിക്കും കളിക്കുക. അത് ഫുട്ബോളിൽ ഇന്നത്തെ സ്വാഭാവികമാണ്. അതെ സ്വാഭാവികം. ടൈറ്റ് മാച്ച് വരുമ്പോഴത്തേനും എന്നാലും അതൊരു ടഫ് മാച്ച് തന്നെ നമുക്ക് ഐവറി കോസ്റ്റും ജർമ്മനിയും തമ്മിൽ ഷുവറാണ്. അടുത്ത മത്സരം ഇക്വഡോറും കൊർസോവും തമ്മിലുള്ളൊരു മത്സരമാണ്. ആ മത്സരത്തിൽ നമുക്കറിയാം ആദ്യത്തെ മത്സരം തോറ്റ 2 ടീമുകളാണ്. ഇപ്പോൾ ജർമ്മനിക്കെതിരെ കൊർസോവോ ഒരു ഗോൾ നേടിയപ്പോൾ പലരും അത്ഭുതപ്പെട്ടു, ഈക്വലൈസ് ചെയ്തു, 1-1 ആയി ഒരു ഘട്ടത്തിൽ. അപ്പോൾ പലരും അത്ഭുതപ്പെട്ടു പോയ ഒരു പ്രകടനം നടത്തിയ ടീമാണ്. വെറും 1.5 ലക്ഷം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തു നിന്നാണ് ഒരു ഫുട്ബോൾ ടീം. എന്താ പറയുക, നമുക്കത് പറയാൻ പോലും നമുക്ക് വളരെ ഒരു ഇതാണ്. അപ്പോൾ ആ ടീം ഇക്വഡോർ അറിയാൻ നേരത്തെ ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്നും നല്ല രീതിയിൽ കളിച്ചു വരുന്നൊരു ടീമാണ്. അപ്പോൾ ഈ മത്സരത്തെ എങ്ങനെ കാണുന്നു? ഈ മത്സരത്തിൽ ഇക്വഡോർ തന്നെ ജയിക്കാൻ സാധ്യത. കാരണം ഇക്വഡോറൊക്കെ പണ്ട് കാലം തൊട്ടേ നമ്മൾ വേൾഡ് കപ്പിൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിലുള്ള മാച്ചുകൾ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സാണ്. അവർ തന്നെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. വെറും 1.5 ലക്ഷം ആൾക്കാരുള്ള ഒരു കൺട്രിയിൽ നിന്ന് ഒരു ടീം വേൾഡ് കപ്പ് കളിക്കുക എന്ന് പറയുന്നത്, നമ്മളൊക്കെ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് ഒരു കളിക്ക് വരുന്നില്ല എന്നുള്ളതിൻ്റെ ചോദ്യങ്ങളില്ലാത്ത 1.5 ലക്ഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ശ്രദ്ധപ്പെട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ പിന്നെ വൃദ്ധന്മാർ, സ്ത്രീകൾ, കുട്ടികൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാൻ പ്രായമുള്ള ജനങ്ങൾ ഒരു 25 ലക്ഷം പോലും കാണില്ല.
സ്വാഭാവികമായിട്ട് ഒരു 20-25 ലക്ഷം പേരെ കാണുള്ളൂ. ഒരു കളിക്കാൻ അതിൽ തന്നെ ഫുട്ബോൾ കളിക്കുന്ന പേര് ഒരു 10,000 പേര് കാണുമായിരിക്കും ഫുട്ബോളിനോട് താല്പര്യമുള്ള. അപ്പോൾ അതിൽ നിന്നാണ് അവർ ടീമിനെ സൃഷ്ടിക്കുന്നത്. അത് ശരിക്കും അവർ ലോകകപ്പിൽ എത്തുക എന്ന് പറഞ്ഞാൽ അവർ ഫിഫ വേൾഡ് കപ്പ് ജയിക്കുന്നതിനേക്കാളും എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് ഈസിയാണ്. ഒരു വേൾഡ് കപ്പിൽ ഒരു ടീമിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഈസിയാണ്. അവർക്ക് ശരിക്കും 1.5 ലക്ഷം പേരെ നോക്കിയാൽ പോരെ. 150 കോടി ജനങ്ങളെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ആ 1.5 ലക്ഷത്തിന് ഒരു 50 പ്ലേയേഴ്സിനെ നോക്കിയാൽ പോരെ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നു, നമുക്ക് ഇപ്പോൾ അത്രയും ആളുണ്ടാകുമ്പോഴും നമുക്കൊരു ഫുട്ബോൾ സ്കില്ലൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം മാത്യു ചേട്ടനെ പോലെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചവർ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ IM വിജയനെ പോലൊരു പ്ലെയർ വളരെ റെയർ ആണല്ലോ. അങ്ങനെ ഒരു സ്കില്ലുള്ള ആളുണ്ടാവുക എന്ന് പറയുന്നത് റെയർ ആണല്ലോ. ബാക്കി ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ജർമ്മനിയെ പോലുള്ള ടീമുകളും ഓസ്ട്രേലിയയൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അവർ ആ സ്കില്ല് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് ആ രീതിയിലേക്ക് മാറ്റുന്നു. നാച്ചുറൽ ആയിട്ട് വരുന്നതിനേക്കാൾ നമ്മുടെ ഇവിടെ നാച്ചുറലായി വന്നാലേ ഉള്ളൂ, അല്ലാതെ രക്ഷപ്പെടുന്നവർ വളരെ അപൂർവമാണെന്നുള്ള സ്ഥിതിയാണ്. അല്ല, പണ്ട് കാലത്ത് എല്ലാവരും നാച്ചുറലായിട്ട് തന്നെ വന്നിരുന്നു. ഞാൻ പാപ്പച്ചൻ, VP സത്യൻ, ഷറഫ് അലി, കുരിയേഷ്. നിങ്ങളുടെ കാലത്തെ ഗ്രൗണ്ടുകളെ കുറിച്ച് പോലും നമുക്ക് ഞാനൊക്കെ കളിച്ച 7 സന്തോഷ് ട്രോഫിയും അതിൽ 5 റണ്ണേഴ്സും 2 വിന്നേഴ്സുമാണ്. കേരളത്തിൽ ഏതെങ്കിലും പിള്ളേർക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ 5 വർഷം ഇന്ത്യൻ ടീമിൽ കളിച്ചു, 89 to 94. അപ്പോൾ അന്നത്തെ ഉള്ള ക്രീം പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഇൻഡിവിജ്വലായിട്ട് വന്നവർ, ആരും ചെറുപ്പത്തിലേ എടുത്ത് വളർത്തിയൊന്നുമല്ല. അവർ സ്കൂളിൽ കളിച്ച് അവർ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ കളിച്ച് വന്നാൽ, ഗോവയിലൊക്കെ അന്നുണ്ടായ ഡെറിക്ക്, പിന്നെ സാവേദമാര്, അതുപോലെ തന്നെ ബ്രൂണോ കുട്ടീന, നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള എൻട്രി, സന്തോഷ് കശ്യപ്, പിന്നെ ബൈജിയും പൂട്ടിയ, അങ്ങനെയുള്ള പിന്നെ സാഹ, മറ്റേ BSFലുള്ള പ്ലേയേഴ്സ്, പഞ്ചാബിലുള്ള പ്ലേയേഴ്സ്, കൽക്കട്ടയിലുള്ള പ്ലേയേഴ്സ്, അവരൊക്കെ ശരിക്കും എന്താ ചെറിയ. അപ്പോൾ ഞാൻ പറയുന്നത് കുറസാവോ എങ്കിലും നമുക്ക് ഒരു കണ്ണു തുറക്കാൻ ഒരു ഇതാവട്ടെ, അവർക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ നമുക്ക് ചെറിയ രീതിയിൽ ഏഷ്യയിലെങ്കിലും ഭേദപ്പെട്ടൊരു ടീം. അല്ല, നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി കംപ്ലീറ്റ് മാറ്റിയേ പറ്റുള്ളൂ. ഈ സിസ്റ്റം മാറ്റണം. നമ്മൾ എന്തെങ്കിലും ഒരു മിലിറ്ററിയെ പോലെ ഒരു ലെവലിലുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം. തീർച്ചയായും ഫുട്ബോള് സെലക്ട് ചെയ്ത ഒരു 50-100 പേര്, അല്ലെങ്കിൽ ഒരു Under-10, Under-15, Under-20. ഒരു ചെറിയ എക്സാമ്പിൾ ഉണ്ട് അതിനിടയിൽ. Under-17 ലോകകപ്പ് നമ്മളിവിടെ നടന്നപ്പോൾ നമ്മുടെ കുട്ടികളെ ഒരു 12 വയസ്സിന് മുമ്പുള്ള പിള്ളേരെ കൊണ്ടുപോയി അവർ ആ രീതിയിൽ ട്രെയിൻ ചെയ്യിച്ചു. അവരാണ് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി Under-17 കളിക്കുന്നത്. അവരുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. അവരെവിടെ പോയി? ആ പ്ലേയേഴ്സ് എവിടെ പോയി? ആ പ്ലേയേഴ്സിനെ അതോടുകൂടി ഇന്ത്യയിലെ പല ക്ലബ്ബുകളും കൊണ്ടുപോയി ആ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചു. പല ശൈലിയിൽ പല രീതിയിലുള്ള ക്ലബ്ബുകൾ, ഒട്ടും പ്രൊഫഷണൽ ക്ലബ്ബുകളെന്ന് നമ്മൾ പറയുന്ന ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ക്ലബ്ബുകൾ കൊണ്ടുപോയിട്ട് ആ പ്ലേയേഴ്സ് എല്ലാം പല രീതിയിൽ ഇന്ന് ഇന്ത്യൻ ടീമിൽ പോലും അതിൽ പലരും കളിക്കുന്നില്ല, വളരെ കുറവാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇതൊരു സ്ട്രക്ചർ മാറ്റിയിട്ട് നമ്മൾ വേറൊരു പാനലിൽ ഒരു മിലിറ്ററിയുടെ കീഴിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഇന്ത്യയിലെ സ്പോർട്സ്. അതെ, അടുത്ത മത്സരം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്. ടുണീഷ്യയും ജപ്പാനും. ജപ്പാൻ ആദ്യ മത്സരത്തിൽ നെതർലൻഡ്സിനെ സമനില പിടിക്കുന്നത് നമ്മൾ കണ്ടു. വളരെ ഗംഭീരമായിട്ട് എല്ലാ കാലത്തും ജപ്പാൻ ഈ രീതിയിലാണ് ലോകകപ്പ് കളിച്ചിട്ടുള്ളത്. നമ്മൾ കൊറിയയെ മറ്റുമായിരിക്കും കുറച്ചുകൂടെ പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ മുന്നിലുള്ള ടീം. പക്ഷേ ജപ്പാൻ ഇത്തരം വലിയ വേദികളിൽ കുറേ കൂടെ ആവേശത്തോടു കൂടി കളിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ജപ്പാൻ നെതർലൻഡ്സ് ജപ്പാൻ മത്സരം കണ്ടപ്പോൾ ഈ വാൻഡേക്കും നമ്മുടെ ജപ്പാൻ്റെ ക്യാപ്റ്റനും വന്നിട്ട് ടോസിന് വേണ്ടി വന്നപ്പോൾ ഒരു കുഞ്ഞു മനുഷ്യനും, അപ്പോൾ ആ അന്തരം തന്നെ ആ ഫിസിക്കൽ ഡിഫറൻസ് പോലും അവരെന്ത് ചെയ്തു, ഗ്രൗണ്ടിലെ അവരുടെ ഹാർഡ് വർക്കും അവരുടെ ആ ഒരു സ്കില്ലും കൊണ്ട് അവർക്കൊപ്പം നിന്നു. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റിനുള്ള മറുപടിയും കൂടിയാണത്. അപ്പോൾ നെതർലൻഡ്സിനൊപ്പം നിൽക്കാൻ ജപ്പാനെ പോലുള്ളൊരു ടീമിന് സാധിച്ചതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് ടുണീഷ്യയെ നേരിടുമ്പോൾ ജപ്പാൻ്റെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും? ടുണീഷ്യ ആഫ്രിക്കയിൽ നിന്നുള്ള നല്ലൊരു ടീമാണ്. ടുണീഷ്യയുടെ അടുത്ത് ജപ്പാൻ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജപ്പാൻ എന്ന് പറഞ്ഞ ടീമിനെ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജപ്പാൻ ഒരു ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. അത് അത്ര അവർ എടുത്തു പറയേണ്ട ഒരു പ്ലേയേഴ്സും ഉണ്ടാവില്ല. പക്ഷേ അവർ ഒരു ടോട്ടൽ ഫുട്ബോൾ നല്ല നമ്മൾ പണ്ട് ബ്രസീൽ കളിക്കുന്ന ഒരു സ്റ്റൈലിലുള്ള റിതമിക്കായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ജപ്പാൻ ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമുക്ക് ഇന്നത്തെ മത്സരങ്ങൾ കഴിഞ്ഞ് അടുത്ത മത്സരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. അപ്പോൾ മാത്യു ചേട്ടൻ നമസ്കാരം.